ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോൺസ് ഉണക്കമാങ്ങ അച്ചാറാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഉണക്കമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതും. അപ്പോൾ പച്ച പ്രോൺസ് കിട്ടിയപ്പം നമ്മുടെ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തുന്നത് നമുക്കൊരു വെറൈറ്റി അച്ചാറിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉണക്കമാങ്ങ പച്ച ചെമ്മീൻ അച്ചാറിടുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു ക്ലീനൊന്നും ആക്കാത്തതാണ്, ഒത്തിരി വലിയതൊന്നും അല്ല. പക്ഷേ ഇതുണ്ടോ, ചെറുതാണ്. ഒത്തിരി ചെറുതുമല്ല, ഒത്തിരി വലുതല്ല സൈസ്. പിന്നെ ഇപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ പണിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നല്ലോ, ഇത് ക്ലീൻ ആക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ നടുക്കൊരു ഇതുള്ള സംഭവം തീരെ ചെറുതായോ. ഇത് ഒത്തിരി നേരത്തെ പണിയാണ് എനിക്ക്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ നടുക്ക് ഇതുണ്ട്, ഇവിടുന്ന് ഒരു ഇതുണ്ട്, ഇങ്ങനത്തെ ഈ ഒരു സാധനം ഇതുണ്ട്, ഈ ഒരു ഇത് നടുക്കുന്നെടുത്ത് അങ്ങനെ ഇതിൻ്റെ എല്ലാം കളയണം. അപ്പം ഞാനിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോണ്ട് വരാവേ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോൺസൊക്കെ ചെമ്മീനെല്ലാം വെട്ടി കഴുകിയെടുത്തു. അത്രയും ചെമ്മീൻ നമ്മൾ എടുത്തിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഇത്രയാണ്. അപ്പോൾ നമുക്കിതുകൊണ്ട് നമ്മളിന്ന് ഒരു പ്രോൺസ് അച്ചാറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ആദ്യമേ നമുക്കിതൊന്ന് ഇച്ചിരി മുളക് പൊടിയൊക്കെ തിരുമ്മി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ടു. ഇനി ഒരു അര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് അച്ചാറാണ്, അതുകൊണ്ട് നമ്മൾ വറുത്തിട്ട് വേണം നമുക്ക് അച്ചാറിടാനായിട്ട്. അതുകൊണ്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കങ്ങ് ഇട്ടെല്ലാം കൊണ്ട് പെരട്ടി വെച്ചാലേ നമ്മുടെ ഈ പ്രോൺസാൽ ഇതൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഒത്തിരി വലിയ ചെമ്മീനൊന്നും അല്ലായിരുന്നു, ചെറിയ ചെമ്മീനായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം എൻ്റെ പോയി കിട്ടി. എനിക്കിത് അങ്ങനെയൊന്നും എടുക്കാൻ അറിയത്തില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് 1 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചാണ് നമ്മളൊന്ന് ഇളക്കി വെക്കുന്നത്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ എന്താ പറയുന്നത്, ഇളക്കി എടുക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നമ്മളിങ്ങനെ അതിനുള്ള ഒരു വശമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ അത്രയും ചെമ്മീനൊന്ന് ക്ലീനാക്കി എടുത്തത്. പിന്നെ ഇതിന് ഇവിടുത്തെ ഈ ഒരു ഇതില്ലേ, ഒരു നാര് പോലത്തെ, അതെല്ലാം വലിച്ചൊക്കെ കളഞ്ഞ് ഒത്തിരി സമയമെടുത്തു. അപ്പോൾ ഇത് നല്ലപോലെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് തിരുമ്മി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് വെക്കാവേ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് വറുത്ത് കോരിയിട്ട് വേണം നമുക്ക് അച്ചാറിടാനായിട്ട്. ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ എൻ്റേതായ രീതിക്കുള്ളൊരു പ്രോൺസ് അച്ചാറാണ് ഇടുന്നത്. പിന്നെ ഇപ്പം ഞാനിതൊരു തിരുമ്മി ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ 1/2 മണിക്കൂർ നമ്മുടെ പ്രോൺസ് മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് വറുത്ത് പോരാം. അപ്പം ഞാൻ ഈ അച്ചാറിടുന്നതും വറക്കുന്നതെല്ലാം ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ. ഒത്തിരി ദിവസത്തേക്കൊന്നും വെക്കാനൊന്നുമല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ദിവസത്തേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ആദ്യമേ വറുത്ത് കോരുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ്. അതുപോലെ തന്നെ അച്ചാറിടുന്നതും വെളിച്ചെണ്ണയ്ക്കകത്താണ്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് 2-3 ട്രിപ്പായിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമുക്കിത് ആദ്യത്തെ ഒരു ട്രിപ്പ് വറുത്ത് കോരിയെടുത്തിട്ട് പിന്നെയും ബാക്കിയുള്ളത് രണ്ടാമതായിട്ട് വറുത്ത് കോരിയെടുക്കാതെ. ഒത്തിരി അങ്ങ് കുഴച്ച് മുളക് പൊടിയൊന്നും തിരുമ്മി വെക്കേണ്ട. അന്നേരം നമ്മുടെ എണ്ണയ്ക്കകത്തേക്ക് അങ്ങ് ഇതായിട്ട് പെട്ടെന്ന് അരപ്പങ്ങ് കരിഞ്ഞു പോകും, നമ്മുടെ പ്രോൺസ് വേകാതെ ഇരിക്കും. പക്ഷേ ചെറിയതാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്ന് അലിഞ്ഞു പോയതൊന്നുമല്ല, നല്ല ഫ്രഷായിട്ടുള്ള പ്രോൺസ് ആയിരുന്നു കേട്ടോ. ഇച്ചിരി നന്നാക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് കോരാം. നല്ലപോലെ നമ്മൾ അച്ചാറിടുമ്പോൾ ഇച്ചിരി ഒന്ന് മൊരിച്ച് വേണം കോരിയെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പ്രോൺസ് നമ്മൾ നല്ലപോലെ മൂത്തും എടുത്തിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാവേ. നമുക്കിനിയിപ്പോൾ ഇത് ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇത് നമ്മൾ ഒരു ട്രിപ്പ് വറുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ എണ്ണ മാറ്റുമൊന്നും വേണ്ട, ബാക്കിയുള്ളതും കൂടെ നമുക്ക് ആ എണ്ണയ്ക്കകത്തേക്കിട്ട് വറുത്ത് എടുക്കാതെ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ നമ്മുടെ പ്രോൺസ് എല്ലാം വറുത്ത് കോരി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അച്ചാറിടാണ്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ, ഇത് തന്നെയല്ല ഇടുന്ന കൂടെ, ഇതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ വർഷം ഉണങ്ങി വെച്ചിട്ട് നമ്മുടെ ഉണക്കമാങ്ങയുടെ കൂട്ടിയാണ് ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനൊരു 3-3.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാവേ. ആവശ്യം നമ്മൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ അത് 2 കിലോ പ്രോൺസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ക്ലീൻ ആക്കി വന്നപ്പോൾ എനിക്കൊന്ന് 1/2 കിലോയോളം കണ്ടേ ഉള്ളായിരുന്നു തോന്നുന്നു. 1/2 കിലോ കഷ്ടിയൊക്കെ ഉള്ളൂ. അത് വറുത്തിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 1/2 കിലോയേ കാണുമുള്ളായിരിക്കും. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതൊരു 10 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, നടുവേ കീറി വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പിടി കരിയാപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഒന്ന് പൊട്ടിയിട്ട് പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് വഴകണം. അതിനകത്ത് വഴന്ന് കിട്ടണം നല്ലപോലെ. നമ്മളിതിനകത്ത് കൂടുതൽ ഒത്തിരി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ചേർത്താണ് നമ്മുടെ പ്രോൺസ് വറുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാങ്ങ ഇടുമ്പോൾ മാങ്ങയ്ക്ക് നമുക്കൊത്തിരി ഇതിൻ്റെ ആവശ്യമില്ല, ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി എരിവ് ചേർക്കുന്നില്ല. ഇച്ചിരി കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ. വേറെ ഒത്തിരി സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു അച്ചാറുണ്ടാക്കാം എന്നുള്ള രീതിക്ക്. അപ്പം പ്രോൺസ് കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങ ഉണങ്ങിയതിരിപ്പുണ്ട്. അപ്പം അതും കൂടി ഇച്ചിരി ഇട്ട് ഉണ്ടാക്കാമല്ലോ എന്നോർത്തു. ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ. നല്ലല്ലേ മാങ്ങായും പ്രോൺസും ഒക്കെ. പച്ചമാങ്ങായും പ്രോൺസും അല്ലേ തന്നെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഉണക്കമാങ്ങായും നമ്മുടെ പ്രോൺസും കൂടി ഒരു അച്ചാറായിട്ടോ വിചാരിച്ചു. ഇത് അങ്ങനെ നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും നല്ലപോലെ മൂക്കണേ. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനിയിപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണ്ടാത്തവർക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് നമുക്ക് ചേർക്കാവേ. ഇത് ഞാനൊരു 1.5 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളതിൻ്റെ റെസിപ്പി ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമ്മൾ ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നമ്മുടെ എണ്ണയ്ക്കകത്തേക്ക്. അതിൻ്റെ ഒരു മണമില്ലേ, ആ ഒരു പച്ചമണം ഒന്ന് പോകുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ചട്ടിയിലൊക്കെ ഒന്ന് പിടിക്കും. സാരമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികൾ, ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് നമ്മുടെ അച്ചാർ പൊടിയും മാത്രമേ ഉള്ളൂ. നമ്മൾ മഞ്ഞളൊക്കെ ചേർത്താണ് നമ്മൾ പ്രോൺസ് വറുത്തിരിക്കുന്നത്. അതിനകത്ത് നല്ലപോലെ ഞാൻ ചൂടുവെള്ളത്തിനകത്ത് ചാലിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും അച്ചാറിടുമ്പോൾ പറയുന്ന പോലെ തന്നെ ഞാൻ അച്ചാറിനും മീൻകറിക്കും ഒക്കെ ഇങ്ങനെ ചാലിച്ച് വെച്ചിട്ട് അതാണ് എണ്ണയ്ക്കകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അവർ നല്ലപോലെ കുതിരുകയും ചെയ്യും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് താനും കേട്ടോ അതിന്. എന്നിട്ട് ഇതിന് നല്ലപോലെ ഈ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ ഈ മുളകും ഈ അരപ്പും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ആ എണ്ണ തെളിയാന്നൊക്കെ പറയല്ലേ, ആ ഒരു നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി ആ മുളകിൻ്റെ നമ്മൾ എരിവ് ഒത്തിരി ചേർത്ത് നമ്മുടെ അച്ചാർ പൊടിക്കൊരു നല്ല എരിവുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കാശ്മീരി മുളക് പൊടി മാത്രം കളറിന് ചേർത്തിട്ടേ ഉള്ളൂ. എരിവ് ഒത്തിരി വേണ്ടാത്തതുകൊണ്ട്. നമ്മുടെ അച്ചാറിന് ഒത്തിരി എരിവ് അങ്ങ് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാലൊരു കൂട്ടാനൊരു സുഖം ഉണ്ടാവുകയാണ്. ഇത് അങ്ങനെ നമ്മുടെ കളറൊക്കെ കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. നല്ലൊരു നോക്കിയാൽ നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതുകൊണ്ട് നല്ലപോലെ നമ്മുടെ
ഈ മുളകും ഇതെല്ലാം കൂടെ വഴന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടാണ് നമ്മൾ പ്രോൺസ് വറുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാങ്ങായ്ക്ക് നമ്മൾ ഉപ്പ് തിരുമിയാണ് നമ്മൾ മാങ്ങായി ഉണങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ അതിൻ്റെ ഒരു കണക്കൊക്കെ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ സ്വന്തം ടേസ്റ്റ് മേക്കർ. ഞാൻ എല്ലാ അച്ചാറിനും ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് അച്ചാറിടാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം. പഞ്ചസാര ഒന്ന് ചേർത്ത് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ ആ മുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരികയും ചെയ്യും. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും ചെറിയൊരു എരിവുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി. അതെല്ലാം അച്ചാറിന് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കും. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ മധുരമായി പോകും. ഒത്തിരി ഇടരുത്. ഇതുണ്ട്. അപ്പം നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ നമ്മുടെ ആ അച്ചാറിൻ്റെ ആ ഒരു ഇത് നോക്കിയ കളറ് കണ്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ അതിനകത്തുനിന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ ഒത്തിരി ചാറായിട്ടല്ല നമ്മൾ നമ്മുടെ അച്ചാറിടുന്നത്. നമുക്ക് ഒത്തിരി ചാറ് വേണ്ട. നമ്മൾ വീട്ടിൽ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആണെങ്കിൽ അതിനകത്ത് 1-2 കഷ്ണം പ്രോൺസും കാണും, ബാക്കി മുഴുവൻ അച്ചാറും ഈ അരപ്പും ഒക്കെ ആയിരിക്കുമല്ലോ. അതുപോലെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം. ഉപ്പ്, ഒരു ശകലം പുളിയും കൂടെ വേണേ. എരിവൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞ എരിവ് ഒത്തിരി കൂടി ഒത്തിരി മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരു സുഖമാവുകയാണ് നമ്മുടെ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ വേണം, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലപോലെ ഉപ്പ് പിടിച്ചോളും. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ ആ വിനാഗിരിയുടെ ആ മണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് കണ്ടോ, നമ്മുടെ ഉണക്കമാങ്ങ നമ്മൾ അച്ചാറിടുന്നതിന് മുമ്പേ ആയിട്ടൊന്ന് കഴുകി നമ്മളൊന്ന് കുതിരാനായിട്ട് നല്ലപോലെ നല്ല കല്ല് പോലെ ഇരിക്കുന്ന മാങ്ങയാണ്. അപ്പോൾ നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇപ്പോൾ ഈ ഉണക്കമാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇപ്പോൾ മാങ്ങ ഇല്ലാത്തവർക്ക് ഇടണ്ട. ഈ പ്രോൺസ് കൊണ്ട് തന്നെ അച്ചാറിടാം. നമ്മളൊരു ടേസ്റ്റായിട്ടിരിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഞാനങ്ങ് ഇട്ടതേ ഉള്ളൂ, ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പ്രോൺസ് തന്നെ ഇട്ടാൽ മതി, മാങ്ങ ചേർക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങ അതിനകത്തേക്ക് ഇട്ടു. മാങ്ങ പെട്ടെന്ന് അങ്ങ് അലിയും കേട്ടോ അതിനകത്ത് കിടന്ന്. ഉണക്കമാങ്ങ തന്നെ അച്ചാറിട്ടാലും നല്ലതാണ്. പണ്ടൊക്കെയുള്ള കാരണവന്മാരൊക്കെ ഈ ഉണക്കമാങ്ങ ഒക്കെ ഉണങ്ങി വെച്ചാൽ കറിക്കകത്തും മീനകത്തും ചക്കക്കുരുമാങ്ങയ്ക്കകത്തും എല്ലാം ഈ ഉണക്കമാങ്ങ അല്ലേ ഇടുന്നത്. അപ്പോഴല്ലേ കടയിലേക്ക് ഓടിച്ചെന്നാൽ പച്ചമാങ്ങ ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതുണ്ട് നമ്മുടെ പ്രോൺസ് ഇട്ട്. ഇനിയിപ്പോൾ ചാറ് തീരെ അങ്ങ് കുറുകിയിരിക്കുവാന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതിനകത്തേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഞാനൊരു ശകലം തിളപ്പിച്ച വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീരെ അങ്ങ് കുറുകിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മാങ്ങയൊക്കെ ഇതുണ്ടോ നല്ലപോലെ അരിഞ്ഞു വന്നു കേട്ടോ. ഒന്ന് ചൂടടിച്ചാൽ മതി. നല്ല പുളിയാണ് മാങ്ങയ്ക്ക്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി തീർന്നു. പ്രോൺസ് അച്ചാർ അടിപൊളിയായിട്ടുണ്ട്. പ്രോൺസ് ആൻഡ് ഉണക്കമാങ്ങ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നൊന്നുമില്ല, നല്ല അടിപൊളിയാണ്.
ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിച്ചിരി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കിച്ചിരി കായപ്പൊടി, നമ്മുടെ അച്ചാറിനൊരു കായം വേണമല്ലോ, അതുകൊണ്ട് കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഉലുവാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇത് നമ്മുടെ എങ്ങനെ അടിപൊളി സൂപ്പറായിട്ടുള്ള നമ്മുടെ പ്രോൺസ് മാങ്ങ അച്ചാർ റെഡി. ഇതുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് വേണം നമുക്കിത് കുപ്പിക്കകത്തേക്കൊക്കെ മാറ്റി വെക്കാനായിട്ട്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഒത്തിരി ദിവസം ഇരിക്കും, ഒത്തിരി കാലം ഇരിക്കുമെന്നൊന്നും ഞാൻ പറയുകയില്ല. ഒരു 3-4 മാസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സുഖമായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. പുറത്ത് സൂക്ഷിച്ചാൽ ഇരിക്കുകയല്ലോ കേട്ടോ. ഒന്നാമത്തെ ഈ കാലാവസ്ഥയുടെ ഇതൊക്കെ കാരണം. അപ്പം അത്യാവശ്യം നല്ല എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, ഒരു കുഞ്ഞു പൊട്ടി മധുരമൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ പ്രോൺസ് മാങ്ങാച്ചാർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം മാങ്ങായും മീനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ പച്ചമാങ്ങ ആണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.